എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ. ഇരു മുന്നണികൾക്കും അഭിമാന പോരാട്ടം. എടവണ്ണയിൽ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന വാർഡുകളിൽ ഒന്ന്. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് ജനവിധി തീർന്ന കിഴക്കേ ചാത്തുള്ളിയിൽ വിജയമുറപ്പെന്ന LDF. വലിയ ഭൂരിപക്ഷത്തിൽ LDF വിജയം നേടുമെന്നാണ് പ്രചാരണങ്ങൾക്കിടയിലും സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടവണ്ണ ചെമ്പക്കൂത്ത് വാർഡിൽ നിന്നും വിജയിച്ചെത്തിയ അഭിലാഷ് ഗ്രാമപഞ്ചായത്ത് ഭരണം LDF പിടിച്ചതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകാൻ സാധിച്ചതായി അഭിലാഷ് പറഞ്ഞു. പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വാർഡിലെ ജനങ്ങൾക്ക് മുൻപിൽ എത്തിച്ചാണ് അഭിലാഷ് വോട്ട് തേടുന്നത്. ഈ വരുന്ന 11-ാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. എന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ 5 വർഷക്കാലം ഈ ചാത്തല്ലൂർ അടക്കമുള്ള എടവണ്ണയിലെ വിവിധ വാർഡുകളിൽ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് ലൈഫ് വീടുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഏതൊരാളുടെയും സ്വപ്നമാണ് ഒരു കയറി കിടക്കാൻ ഒരു സുരക്ഷിതമായ ഭവനം എന്നുള്ളത്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 700-ലധികം ലൈഫ് വീടുകൾ നമ്മൾ ഈ ഒരു 5 വർഷക്കാലം കൊണ്ട് എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ചു കൊടുത്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് വീടുകൾക്ക് വേണ്ടി പണം കണ്ടെത്താൻ ഒരുപക്ഷെ സാധാരണ നിലയ്ക്ക് ലൈഫ് വീടുകൾക്ക് 20% തുകയാണ്, പദ്ധതിയുടെ തുകയാണ് നിർബന്ധപൂർവ്വം മാറ്റിവെക്കേണ്ടത്. എന്നാൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഏതാണ്ട് 60 ലക്ഷം രൂപ അധികമായി വകയിരുത്തിക്കൊണ്ടാണ് ലൈഫ് വീട് നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ തുക ചെലവഴിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ലൈഫ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലെത്തുമ്പോൾ പാവപ്പെട്ട ജനങ്ങളാണ് ഈ ലൈഫ് വീടുകൾ എടുക്കുന്നത്. നമുക്കൊക്കെ അറിയാം, അവരുടെ കയ്യിൽ സ്വാഭാവികമായിട്ടും പണം ഉണ്ടാവില്ല. അവർ ചെറുതും വലുതുമായ ചെറിയ കടങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വീട് പണി നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുമ്പോൾ കൊടുക്കുക എന്ന രീതിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈകി പണം കിട്ടാൻ പിന്നെ സർക്കാരിൻ്റെ ഗ്രാൻറ്റൊക്കെ വൈകുന്ന സമയത്ത് അവരെ പ്രയാസപ്പെടുത്തരുത് എന്ന് കരുതിക്കൊണ്ടാണ് നമ്മളിവിടെ മറ്റു വികസന പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ച പണം കൂടി നമ്മൾ ലൈഫ് വീട് ഗുണഭോക്താക്കൾക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെ നമ്മുടെ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ ലൈഫ് പ്രവർത്തനങ്ങളിൽ 2-ാം സ്ഥാനവും, സംസ്ഥാന തലത്തിൽ ഒരു മോണിറ്ററിംഗ് നടത്തിയപ്പോൾ ഒരു അവാർഡിന് വേണ്ടി ഈ സംസ്ഥാനത്തൊട്ടാകെ ലൈഫ് പദ്ധതികളെ ഒരു വിലയിരുത്തിക്കൊണ്ടൊരു സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു അവാർഡിന് വേണ്ടി മോണിറ്ററിംഗ് നടത്തിയ സമയത്ത് നമ്മൾ 4-ാം സ്ഥാനത്താണ്. സംസ്ഥാനത്ത് ഏതാണ്ട് 964 പഞ്ചായത്തുകളിൽ 4-ാം സ്ഥാനത്ത് ലൈഫ് ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ എത്താൻ നമുക്ക് സാധിച്ചു. അത് വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതോടൊപ്പം തന്നെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ, റോഡുകളാണെങ്കിലും അതുപോലെ തന്നെ നമുക്കറിയാം ഒരു പാലങ്ങൾ 2-ലേറെ പാലങ്ങൾ പുതുതായി നമ്മൾ ഈ ഭരണസഭയുടെ കാലത്ത് നിർമ്മിച്ചു. 10-13 കുടുംബങ്ങൾ മാത്രം പുറം ലോകത്തേക്ക് എത്തിപ്പെടാൻ യാതൊരു മാർഗമില്ലാത്ത നമ്മുടെ മുണ്ടേങ്കര വാർഡിലെ ചെറാത്തൊടിക പാലം അടക്കം അതുപോലുള്ള അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് പറഞ്ഞ വികസനത്തിൻ്റെ സൂചികകൾ സാധാരണയായി ജനങ്ങൾ അളക്കാറുള്ളത് റോഡുകളും പാലങ്ങളും മാത്രമാണ്. അതാണ് വികസനത്തിൻ്റെ സൂചികയായിട്ട് പലരും കാണാറുള്ളത്. അതിനപ്പുറം നമ്മുടെ സാംസ്കാരികമായി നമ്മുടെ നാടിലെ വൈജ്ഞാനികമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് ഈ ഭരണസമിതി 5 വർഷം പൂർത്തീകരിച്ചിട്ടുള്ളത്. ആശുപത്രികൾ ഇപ്പോൾ ചാത്തല്ലൂർ വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നതെന്ന് പറഞ്ഞു. ചാത്തല്ലൂർ വാർഡിലാണ് പഞ്ചായത്തിൻ്റെ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ചാത്തല്ലൂർ PHC അത് നമ്മൾ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമായി വളർത്താൻ ഈ 5 കൊല്ലത്തിനിടയ്ക്ക് സാധിച്ചു. അതുമാത്രമല്ല, വെറുതെ പേരിൽ മാത്രമല്ല മാറ്റം വന്നിട്ടുള്ളത്.
നമുക്കറിയാം അവിടെ ഒരു ഡോക്ടർ, പിന്നെ ആകെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു നമ്മൾ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ. പുതിയൊരു ഡോക്ടറെ പഞ്ചായത്ത് പണം നൽകി ശമ്പളം നൽകിക്കൊണ്ട് നിയമിച്ചു. അതുകൊണ്ട് തന്നെ 6 മണി വരെ ഇപ്പോൾ ആളുകൾ തന്നെ പറയുന്നത് ഇരുട്ടായാലും ഡോക്ടറുള്ള സ്ഥലമായി നമ്മുടെ ആശുപത്രി മാറി. അതുപോലെ ലാബ് തുടങ്ങി. ലാബ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം 5 രൂപ ഫീസ് കൊടുത്താൽ പരിശോധനയ്ക്ക് വരുന്ന ചില ചികിത്സയായിരിക്കും, പിന്നെ ടെസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ അതിനു വേണ്ടി ഒതായിലോ അതല്ലെങ്കിൽ ഇടവണ്ണയിലോ പോകേണ്ട ഒരു സ്ഥിതിയായിരുന്നു. ഒരു 5 രൂപ ഫീസ് കൊടുക്കുമ്പോൾ അവിടെ ഇടവണ്ണയിലോ ഒതായിലോ പോയി വരുമ്പോൾ ചുരുങ്ങിയത് 200 രൂപ ഓട്ടോറിക്ഷ കൂലി കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അതുമാത്രമല്ല വലിയ സമയനഷ്ടം. അന്ന് ഡോക്ടറെ കാണിക്കാൻ വീണ്ടും അവിടെ പോകേണ്ട സ്ഥിതി, റിസൾട്ട് കാണിക്കാൻ. ഇതിനൊക്കെ ഒരു പരിഹാരമായി നമ്മൾ ലാബ് തുടങ്ങി. ലാബ് ടെക്നീഷ്യനെ നമ്മൾ പഞ്ചായത്ത് പണം കൊടുത്തുകൊണ്ട് നിയമിച്ചു. ഒരു ഫാർമസിസ്റ്റിനെ അവിടെ നിയമിച്ചു. നമുക്കൊരു ടോയ്ലറ്റ്, ആകെ 1-2 ടോയ്ലറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന ആശുപത്രി ഇന്ന് അത് 8 ടോയ്ലറ്റ് കോംപ്ലക്സോട് കൂടിയ ഒരു ആശുപത്രിയായി മാറി. അതോടൊപ്പം തന്നെ വലിയ ഒരു പുതിയ കെട്ടിടം 30 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് NHM പഞ്ചായത്തും പാടെ 31 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതോടൊപ്പം തന്നെ ഒരു ഓപ്പൺ ജിമ്മിനുള്ള സ്പേസ് അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ജിമ്മിൻ്റെ പിന്നെ എസ്റ്റിമേറ്റ് ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. കഴിഞ്ഞ 21-ാം തീയതിയാണ് ടെൻഡർ നടത്തിയത്. അതിൻ്റെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി സ്വാഭാവികമായിട്ടും പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ മെഷീനറികൾ അവിടെ ഫിറ്റാക്കും. അതോടൊപ്പം തന്നെ 88-ലേറെ വീടുകൾ ഈ വാർഡിൽ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അത് ചെറിയ കാര്യമല്ല. കാരണം 88 വീട് ഒരു വാർഡിൽ കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഏറ്റവും നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ലൈഫിൻ്റെ അല്ലെങ്കിൽ വീട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്വപ്നമായി പിന്നെ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കാനും 85 കുടുംബങ്ങളെ ഏറ്റവും സുരക്ഷിതമായ ജീവിതത്തിലേക്ക് നയിക്കാനും കഴിഞ്ഞിട്ടുള്ള ഭരണസമിതിയാണ്. അത് ഈ വാർഡിൽ മാത്രമാണ്. അങ്ങനെ ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമേ ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നുള്ളൂ. അല്ലാതെ വേറെ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കിനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് ഞങ്ങൾക്ക് കൈവശമില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും എണ്ണി പറഞ്ഞുകൊണ്ടുമാണ് ഈ ചാത്തല്ലൂരിലെ ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ട ആളുകളോട് വോട്ട് ചോദിക്കുന്നത്. ഈ ചാത്തല്ലൂരിൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് ഈ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഈ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കും. അതിനുവേണ്ടി അവർ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ ഈ വാർഡിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ചോലാറ ആദിവാസി ഉന്നതി. ചോലാറ ആദിവാസി ഉന്നതിയെ പറ്റി നമുക്കൊക്കെ അറിയാം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നാട്ടിലെ ഏറ്റവും അടിസ്ഥാന വർഗ വിഭാഗക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ പോയ വർഷങ്ങളിൽ ഏതാണ്ട് 25 വർഷക്കാലത്തോളം പിന്നെ ഇവിടെ ഭരിച്ചിട്ടുള്ള ആളുകൾ ചെയ്യാത്ത എത്രയോ പദ്ധതികൾ ഈ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. അവിടെ 1 കോടി ചെലവഴിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ ഇവിടുത്തെ പാർട്ടി നേതൃത്വവും മെമ്പറും ഒക്കെ ഇടപെട്ടുകൊണ്ട് 1 കോടി രൂപയുടെ കോൺക്രീറ്റ് റോഡ്, ടാറിട്ട റോഡ് അവിടെ കോളനിയിലേക്ക് എത്തി. ഇനി 1 കോടി രൂപ കൂടി നമ്മളെ അംബേദ്കർ സെറ്റിൽമെൻറ്റ് പ്രകാരം പാസ്സായി കിടക്കുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ MLA അടക്കം പങ്കെടുത്തുകൊണ്ട് ഒരു യോഗം ചേർന്നപ്പോൾ പഞ്ചായത്ത് എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ളത് അവിടുത്തെ ആളുകളുമായി സംസാരിച്ചപ്പോൾ സ്ട്രീറ്റ് ലൈൻ വലിക്കണം, 1 കിലോമീറ്റർ ദൂരത്തിലെങ്കിലും സ്ട്രീറ്റ് ലൈൻ വലിച്ചുകൊണ്ട് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അത് പൂർത്തീകരിച്ചിട്ടുണ്ട്, ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഇനിയും ഒട്ടനവധി അതുപോലെ തന്നെ കുടിവെള്ളം എന്നുള്ളത് സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് നമ്മുടെ ഭരണസമിതി വരുന്നതിന് മുമ്പാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് പൂർത്തീകരിച്ചത്. ആ എസ്റ്റിമേറ്റിൽ ചോലാറ ഉന്നതി, അതുപോലെ തന്നെ ഓടണ്ടപ്പാറ ST ഉന്നതി, അതുപോലെ തന്നെ ഭീമ്പുംകുഴി, ഈ 3 കോളനികളും ഉൾപ്പെട്ടില്ലായിരുന്നു. അത് ഉൾപ്പെടാതെ സമഗ്ര കുടിവെള്ള പദ്ധതി എന്ന പേര് പോലും അതിന് പറയാൻ പാടില്ല എന്നുള്ളതാണ് പുതിയ ഭരണസമിതി തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ വാട്ടർ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ഈ മലയിലൂടെ ഒരു ദിവസം പൂർണ്ണമായും നടത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അവരോട് നേരിട്ട് ബോധ്യപ്പെടുത്തി. അതിൽ ചന്ദ്രേട്ടനടക്കമുള്ള ആളുകൾ ആ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ അവരുടെ പ്രയാസങ്ങൾ ഈ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ 2.5 കോടി കൂടി അധികം കുടിവെള്ളപ്പത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് നമ്മളിന്ന് അവിടെ ഏറ്റവും മേലെയുള്ള ഈ ചോലാറയിലെ ഏതാണ്ട് 2000 അടി ഉയരത്തിലാണ്, സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി ഉയരത്തിൽ കിടക്കുന്ന പ്രദേശമാണ് ചോലാറ എന്നത്. അവിടെ കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയ സന്തോഷവും നമ്മുടെ ചാരിതാർത്ഥ്യവും. തീർച്ചയായും ഈ പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വം നൽകിയത് ഇവിടെ നിലവിലുള്ള മെമ്പറായിട്ടുള്ള അമ്നെ അവിടെ നേതൃത്വത്തിൽ, ഇവിടുത്തെ ബാക്കിയുള്ള വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. 2ാം വാർഡ് രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ്, 25 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമുക്ക് കഴിഞ്ഞ ഹംനൻ്റെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞത്.
ഞങ്ങളെല്ലാവരും ഈ സ്ത്രീകൾ മൊത്തം ഇറങ്ങിയത് കൊണ്ട് തന്നെ, അതേപോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നത് കൊണ്ട് തന്നെയാണ് ഹംനക്ക് ജയിക്കാൻ കഴിഞ്ഞത്. ഒരുപാട് വികസനങ്ങൾ ഈ വാർഡിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും UDF-കാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഹംന മെമ്പറായതിനു ശേഷം ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചോലാറ് റോഡ്, അതേപോലെ തന്നെ ആശുപത്രിൻ്റെ വികസനം, അത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ ഇറങ്ങിയപ്പം മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വാർഡിലെ എല്ലാ വോട്ടുകളും അബിയേട്ടൻ തന്നെ ഉള്ളത്. ഏകദേശം 3/4% വോട്ടും അബിയേട്ടന് തന്നെ കിട്ടുമെന്നുള്ളത് കാര്യം ഉറപ്പാണ്. അപ്പോൾ അബിയേട്ടൻ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു എന്താ പറയുക, ആർക്കൊന്ന് തിരിച്ച് ചിന്തിക്കാനില്ല. അബി വരും. ഈ വാർഡ് 2ാം വാർഡ് LDF തന്നെ ജയിക്കുകയും ചെയ്യും. കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഇടെ ഹംന മെമ്പറായിരുന്ന കാലത്ത് ചോലാറ കുടിവെള്ള പദ്ധതി, അതേപോലെ റോഡിൻ്റെ പിന്നെ വഴിവിളക്ക്, അങ്ങനെ ഒട്ടനവധി വീടുകൾ, 10-12 വീടുകൾ ലൈഫിൻ്റെ ഭാഗമായിട്ട്, അതേപോലെ അതിന് നേതൃത്വം വഹിച്ച പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള അബിയേട്ടനും ഒക്കെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇതുവരെ ചോലാറ ഒരു ഊരുകൂട്ടം ഉണ്ടായാൽ തന്നെ ഒരു പ്രസിഡന്റുമാരും വരാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡൻ്റായ അബിയേട്ടൻ ഒരു 15 തവണയെങ്കിലും ചോലാറ ഭാഗം കയറിയിട്ടുണ്ട്. അതേപോലെ ഒരു 6-6.5 കോടി ഉറുപ്പ്യൻ്റെ വികസനമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചോലാറ കോളനിയിൽ മാത്രം ചെയ്തിട്ടുള്ളത്. മറ്റു ഇതൊക്കെ ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ്, അതുപോലെ തന്നെ നമുക്ക് ചോലാറ മലയിലേക്കുള്ള റോഡ്, കുടിവെള്ളമൊക്കെ നമ്മുടെ സ്വപ്നമായിരുന്നു. ഞാനിവിടെ വന്നിട്ട് ഒരു 18-19 വർഷത്തോളം ഈ ചാത്തല്ലൂർ താമസിച്ചെങ്കിലും എന്ന് നമുക്ക് വെള്ളത്തിന് പരാതി പറയാനേ ഉണ്ടായിരുന്നു. അപ്പോൾ കുടിവെള്ളമൊക്കെ നമ്മുടെ മുറ്റത്ത് എത്തിയത് നമ്മുടെ അബിയേട്ടൻ പ്രസിഡന്റായിട്ട് ഇരുന്നതുകൊണ്ടും, അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ ഹംന നന്നായിട്ട് വികസനം കൊണ്ടുവന്നതും കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് 5 വർഷം കൊണ്ട് നമ്മുടെ അബിയേട്ടനോടൊപ്പം തന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ നാട്ടുകാരും നമുക്ക് 5 വർഷം കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ഭരണസമിതി കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നു. അതുപോലെ കുടുംബശ്രീയുടെ മേഖലയിലാണെങ്കിലും നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവരാനും, അവർക്ക് കുറേ ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ കീഴിൽ നിന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ ഫണ്ടുകൾ മാറ്റി നമ്മൾ ഒരുപാട് ലോണുകൾ, പ്രവാസി ലോണുകളായിട്ടും ഒരുപാട് പഞ്ചായത്തിന്റെ ഫണ്ടുകൾ RF ആയിട്ട്, CF ആയിട്ട്, ബൾക്ക് ലോണായിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വാർഡിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 100ഓളം ചേലഞ്ചുകൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. എത്രയോ ലോണുകൾ, ഒരുപാട് ലോണുകൾ നമുക്ക് കുടുംബശ്രീ വഴി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അബിയേട്ടൻ ഇരുന്നതുകൊണ്ടും, അതുപോലെ നമ്മുടെ ഹംന നന്നായിട്ട് പ്രവർത്തിച്ചു. അതിൻ്റെ കൂടെ നമ്മുടെ നാട്ടുകാരും ഉണ്ട്. അപ്പോൾ ഇനിയും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. ഏകദേശം 18 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ 5 വർഷം കൊണ്ട് ഈ വാർഡിൽ നടത്താം ഹംന മെമ്പർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 45ഓളം റോഡുകൾ, ചെറുകിട റോഡുകളെ പണി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഈ ചാനലിൽ തന്നെ ഒരു UDF-ൻ്റെ ഇലക്ഷൻ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനലിൽ തന്നെ സംസാരിക്കുന്നത് കേട്ടു. ഇവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് പറയുന്നത് കേട്ടു, വാട്ടർ അതോറിറ്റിൻ്റെ റോഡുകൾ മാത്രമാണ് ഇവിടെ പണി കഴിച്ചത് എന്നുള്ളത്. വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ആകെ 5 റോഡിൻ്റെ പണിയാണ് കഴിഞ്ഞത്. അത് ഏകദേശം എല്ലാ വാർഡുകളിലും ചെയ്ത മാതിരി അല്ല. ഈ 2ാം വാർഡിൽ വാട്ടർ അതോറിറ്റിൻ്റെ പണി നടന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ ഏകദേശം ചെളമ്പറ്റ റോഡ്, ഊട്ടുപാറക്കുണ്ട് റോഡ്, ചെരപ്പറമ്പ് റോഡ്, ചാളക്കണ്ടി റോഡ്, ഈ റോഡുകളൊക്കെ മറ്റുള്ള വാർഡുകളിൽ ചെയ്ത മാതിരിയാണോ എന്നുള്ളത് ഈ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. 2 സൈഡും വീതി കൂട്ടിയിട്ട് നല്ല ഏകദേശം ഫുൾ ടാറിങ് പോലെ തന്നെ ഏകദേശം 90% ടാറി പ്രവർത്തനം നടത്തിയിട്ടാണ് വാട്ടർ അതോറിറ്റിൻ്റെ റോഡിൻ്റെ പണി ഈ 2ാം വാർഡിൽ നടത്തിയിട്ടുള്ളത്. അത് മെമ്പറെ ഇടപെടലും പഞ്ചായത്തിൻ്റെ ഇടപെടലും ഒക്കെ ആയതുകൊണ്ടാണ് നമുക്ക് അത്ര അധികം വൃത്തിയിൽ അതിൻ്റെ പണി എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പുറത്ത് ഏകദേശം 40ഓളം റോഡുകൾ ഇവിടെ കോൺക്രീറ്റ് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ടാറിങ് ആയാലും കോൺക്രീറ്റ് ആണെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. 88 വീടുകൾ ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നപ്പോൾ ഈ വാർഡിൽ ഹംനയുടെ നേതൃത്വത്തിൽ 88 വീടുകൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോ സംഗതികൾ 2 അംഗനവാടികൾ സ്മാർട്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണോ ഒരു വാർഡിൽ നടത്തേണ്ടത് ആ രൂപത്തിലുള്ള ഒരു വികസന പ്രവർത്തനം ഈ 2ാം വാർഡിൽ ഹംന മെമ്പറായതിനു ശേഷം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഞാനാണ് ഈ എടവണ്ണ പഞ്ചായത്തിൽ 13ാം വാർഡിൽ സ്ഥാനാർത്ഥി. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം LDF ആയിരുന്നു മെമ്പർ. എന്നിരുന്നാലും ഇവിടുത്തെ മുഴുവൻ
വാർഡുകളിൽ വികസനം എന്ന് പറയുന്നത് ഒന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ആൾക്കാർക്ക് ഒരു കാര്യവും ഇവിടെ നടന്നതായിട്ട് ഇവിടെ ഇപ്പോൾ അവസാനത്തിൽ ഒരു ടാറ് സൈഡിൽ കുറച്ച് ടാർ ചെയ്തെന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ബാക്കി എന്തുവിടെ ഒരു വികസനമെന്ന് പറയാൻ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. അതാണ് ഇവിടുത്തെ സ്ഥിതി. ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെമ്പറായിരുന്നു. അന്നിവിടെ ഈ സമഗ്ര വികസനം ഇവിടെ ഈ വാർഡിൽ എല്ലാ നിലത്തും നടന്ന ഒരു സ്ഥലമാണ് ഈ 13-ാം വാർഡ്. എന്നാൽ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചു. എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, ക്ലാഡിംഗ് സ്റ്റോൺസ്, പാവിംഗ് ടൈൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. Emirates Tiles and Sanitaries, near Sidi Haji Bridge, Nilambur Road, Edavanna. Phone 7034 516831.